ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നമ്മൾ അവസാനിപ്പിച്ചത് നമ്മൾ ക്യാമറ ഒബ്സ്ക്യൂറിൽ പോയതിൻ്റെ കാഴ്ചകൾ കാണിച്ചുകൊണ്ടായിരുന്നു. നമ്മളുടെ സ്കോട്ട്ലൻഡ് യാത്രയുടെ ഫൈനൽ ഡേ ആയിരുന്നു അത്. ഇന്നും നമ്മൾ ആ വീഡിയോ തന്നെയാണ് കാണിക്കുന്നത്. കാരണം ക്യാമറ ഒബ്സ്ക്യൂറിലെ മുഴുവൻ വിശേഷങ്ങളും കാണിച്ചു കഴിഞ്ഞപ്പോൾ ആ വീഡിയോ വളരെ ലെങ്തി ആയി. അതുകൊണ്ട് നമ്മൾ ആ വീഡിയോ അവിടെ അവസാനിപ്പിച്ചിട്ട് ആ ദിവസത്തെ ബാക്കി കാഴ്ചകൾ പാർട്ട് 2 ആയിട്ട് കാണിക്കാമെന്നാണ് പറഞ്ഞിരുന്നത്. അപ്പോൾ ആ യാത്ര നമ്മൾ തുടരുകയാണ്. അപ്പോൾ നമ്മൾ ക്യാമറ ഒബ്സ്ക്യൂറിൽ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് ജൂപ്പിറ്റർ ആർട്ട്ലാൻഡിലേക്കാണ്. ജൂപ്പിറ്റർ ആർട്ട്ലാൻഡ് എന്ന് പറയുന്നത് ഒരു വലിയ കോമ്പൗണ്ടിൽ ലോകത്തുള്ള ഫേമസ് ആയിട്ടുള്ള കുറേ ആർട്ടിസ്റ്റുകളുടെ ആർട്ട് ഇൻസ്റ്റലേഷൻസ് എക്സിബിറ്റ് ചെയ്തിട്ടുള്ളൊരു ഏരിയയാണ്. അപ്പോൾ ക്യാമറ ഒബ്സ്ക്യൂറിൽ നിന്ന് അങ്ങോട്ടേക്ക് ഒരു അരമണിക്കൂർ ഡ്രൈവേ ഉള്ളൂ. ഇപ്പോൾ നമ്മൾ അങ്ങോട്ടേക്കാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ വേറെ പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ 12 മണിയോളമായി ക്യാമറ ഒബ്സ്ക്യൂർ കണ്ടു കഴിയുമ്പോൾ ഇന്ന് നമ്മൾ തിരിച്ച് ബെൽഫാസ്റ്റിലേക്ക് തിരിച്ചു പോവുകയാണ്. അപ്പോൾ നമ്മൾ ബെൽഫാസ്റ്റിലേക്ക് പോകുന്ന നമ്മുടെ ഫെറി 7:30ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ 7:30ക്ക് ഫെറി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 6:30ക്ക് അവർ ചെക്കിൻ ക്ലോസ് ചെയ്യും. അപ്പോൾ 6:30ക്ക് നമ്മളവിടെ എത്തിയാലാണ് നമുക്ക് കാറും കയറ്റി നമുക്ക് പോകാൻ പറ്റുള്ളൂ. അങ്ങനെയാണെങ്കിൽ എഡിൻബറയിൽ നിന്ന് ഈ പോർട്ടിലേക്ക് 2.5 മണിക്കൂറോളം ഡ്രൈവ് ഉണ്ട്. അപ്പോൾ മിനിമം നമ്മൾ 4 മണിക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്താലും നമ്മൾ സമയത്തിന് അവിടെ എത്തുള്ളൂ. അപ്പോൾ ഇപ്പോൾ 12 മണിയായിട്ടുണ്ട്. ഇനി വെറും 4 മണിക്കൂർ കൊണ്ട് നമുക്ക് ജൂപ്പിറ്റർ ആർട്ട്ലാൻഡും കെൽപ്പീസിലെ കുതിരയുടെ പ്രതിമയൊക്കെ കണ്ടിട്ട് വേണം പോകാൻ. അപ്പോൾ നമ്മളിപ്പോൾ സമയം കയ്യിൽ പിടിച്ച് ഓടിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും, എത്രത്തോളം കാണാൻ പറ്റും നമുക്ക് യാതൊരു ഐഡിയ ഇല്ല. എന്തായാലും നമുക്ക് ആർട്ട്ലാൻഡിൽ പോയിട്ട് അവിടുത്തെ വിശേഷങ്ങൾ കാണാം. അങ്ങനെ നമ്മൾ നമ്മുടെ ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട്. എൻട്രൻസിലേക്ക് കയറുമ്പോൾ തന്നെ ഭയങ്കര പോസിറ്റീവ് വൈബാണ്. ഇവിടെ വളരെ തിക്കായിട്ടുള്ള പച്ച പിടിച്ച ഫോറസ്റ്റ്, കാം ആൻഡ് ക്വയറ്റ് ആയിട്ടുള്ള ഏരിയ. ഒരാൾക്ക് 13 പൗണ്ടാണ് ഇവിടുത്തെ എൻട്രി ടിക്കറ്റ് എന്ന് പറയുന്നത്. ഇവിടെ മൊത്തം 33 ആർട്ട് ഇൻസ്റ്റലേഷൻ ഉണ്ട്. അതിൽ ഐക്കോണിക് ആയിട്ടുള്ള ഒന്നാണ് ഇവിടുത്തെ ഈ പുൽമേടുകൾ. വളരെ ആർട്ടിസ്റ്റിക്കലി ഡിസൈൻ ചെയ്ത് വെട്ടി ഒരുക്കി നിർത്തിയിരിക്കുന്ന സ്ഥലമാണ്. നല്ല രസമാണ് അവിടെ നിൽക്കാൻ. ഇന്നാണെങ്കിൽ നല്ല വെതറും. ഒരുപാട് ആളുകൾ അവിടെ ഇരുന്ന് സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മളും കുറേ നേരം അതിന് മുകളിൽ കയറി ഇറങ്ങുകയൊക്കെ ചെയ്തു. അതായത് കുറേ സമയമെടുത്ത് ഇവിടെ വന്നിങ്ങനെ ചുമ്മാ ഇരിക്കാൻ ഭയങ്കര നൈസായിരിക്കും. നല്ല കാം ആൻഡ് ക്വയറ്റ് ആയതുകൊണ്ട് സമയമില്ല എന്നുള്ളതാണ് നമ്മൾ നേരിടുന്ന പ്രശ്നം. നമ്മൾ വന്ന ദിവസം ഇവിടെ പുല്ല് വിട്ട് നടക്കുന്നുണ്ട്. അതുകൊണ്ട് വെള്ളത്തിലൊക്കെ പുല്ല് വീണ് കിടക്കുന്നുണ്ട്. പക്ഷേ ക്ലീനിങ് നടക്കുന്നുണ്ട്. നോക്കുക, കുട്ടികൾക്ക് എത്ര ആക്റ്റീവായിട്ടാണ് ഇവിടെ ഓടിച്ചാടി നടക്കുന്നതെന്ന്. അവർക്ക് ശരിക്കും എൻജോയ് ചെയ്യാൻ പറ്റും. ഒരു ഫാമിലിക്ക് വരാൻ പറ്റിയ അഡ്വൾസാണ്. ഒരു ദിവസം മൊത്തം എടുത്തിട്ട് ഇവിടെ വന്നിരിക്കുക. അതൊരു നല്ല വൈബുള്ള സെറ്റപ്പായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും മുഴുവൻ സാധനങ്ങളും കാണാൻ സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ ലിസ്റ്റ് ഔട്ട് ചില സാധനങ്ങളുണ്ട്. നമ്മൾ അങ്ങോട്ട് അത് കാണാൻ വേണ്ടി പോവാം. അതിലുള്ള ഒരു ഇൻസ്റ്റലേഷൻ ഇതാണ്. ഇതിൻ്റെ പേര് ലവ് ബോംബ് എന്നാണ്. ഇതെന്താണെന്ന് പറഞ്ഞാൽ മറ്റേ പ്രാണിപിടിയൻ ചെടിയാണിത്. ഇതിൻ്റെ വന്യമായ ഈ ഭംഗി കാണിച്ചിട്ട് അത് പ്രാണിയെ അട്രാക്റ്റ് ചെയ്യും. എന്നിട്ട് അത് വന്നിട്ട് ഈ പൂവിലിരിക്കുമ്പോൾ ഇതിനകത്തേക്ക് വീണിട്ട് ഈ ചെടി അതിനെ ഭക്ഷിക്കും. ഇത് റിയലായിട്ട് കാട്ടുള്ള ചെടിയാണ്. അതിൻ്റെ ഒരു ഇൻസ്റ്റലേഷൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. എന്താണ് ഇൻസ്റ്റലേഷൻ കൊണ്ട് ഉദ്ദേശം എന്ന് പറഞ്ഞാൽ ഇതുപോലെയാണ് മനുഷ്യൻ്റെ ആഗ്രഹങ്ങൾ കാരണം മനുഷ്യർ സ്വന്തം നാശത്തിലേക്ക് പോകുന്നു എന്ന് കാണിക്കുന്ന ഒരു ഇൻസ്റ്റലേഷനാണിത്. ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇവിടെ ഒരു ഡയമണ്ട് കൊണ്ടൊരു അണ്ടർഗ്രൗണ്ട് ചേംബർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഡയമണ്ട് എന്ന് പറഞ്ഞാൽ അമേത്തിസ്റ്റ് എന്ന് പറഞ്ഞൊരു കല്ലുണ്ട്. അത് നാച്ചുറലി ഫോം ചെയ്യുന്ന കല്ലാണ്. അതിനൊരു പർപ്പിൾ അല്ലെങ്കിൽ ഒരു വയലറ്റ് ഷെയ്ഡാണ് ഉണ്ടാവുക. കണ്ടാൽ ഡയമണ്ട് പോലെ തന്നെ ഇരിക്കും. ഭയങ്കര ഭംഗിയാണ്. അപ്പോൾ ആ സാധനം മൊത്തം നിറച്ച് വെച്ചൊരു ചേംബർ ഉണ്ട്. അത് കാണാനാണ് നമ്മളിനി പോകുന്നത്. അങ്ങോട്ടേക്ക് പോകുന്ന വഴി ഭയങ്കര നൈസാണ്. നല്ല കാട്ടിൻ്റെ ഉള്ളിലൂടെ നടന്നു കണ്ട. ഓക്കെ, നടന്നു. Amethyst brings bad luck.
അപ്പോൾ ഇതാണ് അമേത്തിസ്റ്റ് ചേംബർ. ഈ കാണുന്ന കല്ലാണ് അമേത്തിസ്റ്റ് എന്ന് പറയുന്നത്. നല്ല പർപ്പിൾ അല്ലെങ്കിൽ വയലറ്റ് കളറിൽ കാണും. നല്ല രസമാണ് ഇതിനകത്ത് ഇറങ്ങി നിൽക്കാൻ. നമ്മൾ സൂക്ഷിച്ച് നോക്കിയാൽ ഇത് ഡയമണ്ട് പോലെ തന്നെ ഉണ്ടാകും. സൈഡൊക്കെ ഷാർപ്പായിട്ട് കട്ട് ചെയ്തിട്ട് തിളങ്ങി നിൽക്കുന്ന ഒരു സാധനം. ഗ്രീക്ക് മിത്തോളജിയിൽ ഇത് ബെർത്ത് സ്റ്റോണായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ ഇത് കാണാനും നല്ല ഭംഗിയാണ്. അതുകൊണ്ടാണ് തൊട്ട് മുൻപ് ഞാൻ ഇറങ്ങി വരുമ്പോൾ അവിടെ ഒരു ബോർഡ് വായിച്ചിട്ടുണ്ടായിരുന്നു, അമേത്തിസ്റ്റ് ബ്രിങ്സ് ബാഡ് ലക്ക് എന്ന്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വിശ്വാസമുള്ള ആളുകൾ ഇത് ഇവിടെ നിന്ന് മോഷ്ടിച്ച് കൊണ്ടുപോകുന്നുണ്ട്. കൂടാതെ ഇതിൻ്റെ ഭംഗി കണ്ടാൽ നമുക്ക് മോഷ്ടിക്കാനും തോന്നും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയാണ് അവരത് എഴുതി വെച്ചിരിക്കുന്നത് തോന്നുന്നു. ഇവിടുത്തെ അടുത്തൊരു ഇൻസ്റ്റലേഷനാണ് റോസ് വാക്ക് എന്ന് പറയുന്ന ഈ ഇൻസ്റ്റലേഷൻ. ഇതിൻ്റെ പ്രത്യേകത, ഒരു സൈഡിൽ 18ാം നൂറ്റാണ്ടിലെ ഗോതിക് ആർക്കിടെക്ചറിൻ്റെ ഒരു പോർട്ടിക്കോയും അതിൻ്റെ ഓപ്പോസിറ്റ് അതേ കാലഘട്ടത്തിലെ ചൈനീസ് ആർക്കിടെക്ചറിൻ്റെ ഒരു പോർട്ടിക്കോയും ഉണ്ട്. അതിന് നടുവിലൂടെ റോസ് ചെടികൾ നമുക്ക് അതിലൂടെ നടക്കാം. അപ്പോൾ ആർട്ടിസ്റ്റ് ഉദ്ദേശിച്ചത് പുരാതനമായ രണ്ട് ആർക്കിടെക്ചർ ഒരേ സമയം ഫീൽ ചെയ്യുക എന്നുള്ള രീതിയിൽ അത് നല്ലൊരു സ്ഥലമാണ്, പ്രത്യേകിച്ചും ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി. ഈ പാർക്കിലൂടെ മൊത്തം നടക്കുമ്പോൾ നമ്മൾ എല്ലായ്പ്പോഴും എനിക്ക് ഓർമ്മ വന്നത്, നമ്മൾ സൗത്ത് ഓഫ് അയർലൻഡിൽ വിക്ടേഴ്സ് വേ എന്ന് പറഞ്ഞൊരു പാർക്കിൽ പോയിട്ട് ഇതുപോലെ ഇൻസ്റ്റലേഷൻസിൻ്റെ അതുപോലെ തന്നെയാണ് എനിക്ക് ഇവിടെയും ഫീൽ ചെയ്തത്. ആ വീഡിയോ കണ്ടില്ലെങ്കിൽ ചാനൽ പോയി നോക്കുക. അതൊരു നല്ല സ്പോട്ടാണ്. ഇതുപോലത്തെ ഇന്ത്യൻ ദൈവങ്ങളുടെ ഫോട്ടോസൊക്കെ വെച്ചിട്ടുള്ള സ്കൾപ്ചേഴ്സൊക്കെ വെച്ചിട്ടുള്ള ഒരു അടിപൊളി പാർക്കായിരുന്നു. ഇനി നമ്മൾ ജൂപ്പിറ്റർ ആർട്ട്ലാൻഡിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മുടെ അടുത്ത ലൊക്കേഷനിലേക്ക് പോവുകയാണ്. 13 പൗണ്ട് കൊടുത്ത് കയറിയിട്ട് ഇത്ര കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്യുന്നത് ശരിക്കും നമുക്ക് നഷ്ടമാണ്. പക്ഷേ നമുക്ക് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മൾ ഇറങ്ങിയിട്ട് പോവുകയാണ്. അപ്പോൾ ഇനി നമ്മൾ പോകുന്ന സ്ഥലമാണ് നമ്മൾ കഴിഞ്ഞ 5 ദിവസമായിട്ടും എക്സൈറ്റഡ് ആയിട്ട് കാത്തിരിക്കുന്ന സ്കോട്ട്ലൻഡിൽ നിന്ന് ഒരു ഐക്കോണിക് സാധനമായിട്ടുള്ള ആ ഹോഴ്സസിൻ്റെ സ്കൾപ്ചേഴ്സ് കാണാനാണ് നമ്മൾ പോകുന്നത്, ദ കെൽപ്പീസ്. കാർ പാർക്കിൽ നിന്ന് തന്നെ നമുക്ക് ആ ഹോഴ്സസിൻ്റെ തല കാണാൻ പറ്റും. അത്രയ്ക്കും വലിയ സ്ട്രക്ചറാണ് ഇത്. എന്തുകൊണ്ടാണ് ഹോഴ്സസിന് ഇത്ര ഇമ്പോർട്ടൻസ് ഇവിടെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്കോട്ട്ലൻഡിന് കുതിരകളുമായിട്ട് വളരെ വലിയൊരു കണക്ഷൻ തന്നെയുണ്ട്. അതായത് സ്കോട്ട്ലൻഡിന് സ്വന്തമായിട്ട് 4 കുതിര ബ്രീഡുകൾ തന്നെ ഇവിടെയുണ്ട്. അതുകൂടാതെ സ്കോട്ട്ലൻഡ് മാത്രമല്ല, ഓൾ ഓവർ ബ്രിട്ടൻ ഇവരുടെ ലൈഫിൻ്റെ ഭാഗം തന്നെയാണ് കുതിര. ഇവിടെ ഒരുപാട് ഹോഴ്സ് റേസസ് ഒക്കെ നടക്കാറുണ്ട്. ആളുകൾ ഹോബിയായിട്ട് ഹോഴ്സസിനെ വളർത്താറുണ്ട്. നമ്മൾ റോഡിലൂടെ പോകുമ്പോൾ ചില ഹോഴ്സിൽ പോകുന്ന ആളുകളെയൊക്കെ ഇവിടെ കാണാൻ പറ്റും. കൂടാതെ നമ്മൾ ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാൻ വേണ്ടി ഇവിടെ റോഡ് സയൻസും റോഡ് റൂൾസും പഠിക്കുമ്പോൾ ആ ബുക്കിൽ തന്നെ ഒരു കുതിരക്കാരനെ കണ്ടാൽ നമ്മൾ എങ്ങനെ ഡ്രൈവ് ചെയ്യണം, റോഡിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നിവരെ എഴുതി വെച്ചിട്ടുണ്ട്. അത്രയ്ക്കും ഇമ്പോർട്ടൻസ് ഉണ്ട് ഇവിടെ കുതിരകൾക്ക്. ആ ഇമ്പോർട്ടൻസിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയാണ് ഇങ്ങനത്തെ ഒരു സ്കൾപ്ചർ ഇവിടെ ബിൽഡ് ചെയ്തിരിക്കുന്നത്. വളരെ വലിയ ഒരു ഏരിയയാണിത്. അതായത് ഒരു 860ഓളം വരുന്ന ഒരു എക്കോ പാർക്കാണിത്. ഈ പാർക്കിൻ്റെ പേര് ദ ഹീലിക്സ് എന്നാണ്. ആ പാർക്കിൻ്റെ ഒത്ത നടുക്കാണ് കെൽപ്പീസ് എന്ന പേരുള്ള ഈ സ്കൾപ്ചേഴ്സ് ബിൽഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഈ സ്കൾപ്ചേഴ്സ് കൂടാതെ ഇവിടെ ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം ഇതാണ്, ദ ഹേലിക്സ് ആർ വെൽക്കമിങ് ക്യാമറ ഡ്രോൺസ് എന്നുള്ളത്. സാധാരണ ഡ്രോൺ പറത്തരുത് എന്നുള്ള നിർദ്ദേശമാണ് എല്ലായിടത്തും ഉണ്ടാവുക. പക്ഷേ ഇവിടെ പറഞ്ഞിട്ട് നിങ്ങൾ പറത്തിക്കോ, നിയമപരമായിട്ടുള്ള കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഡ്രോൺ പറത്തുന്നത് ഹോബിയായിട്ടുള്ള ആളുകൾക്ക് ഇങ്ങോട്ട് വന്നാൽ നൈസായിട്ട് എൻജോയ് ചെയ്യാം. നമ്മളൊരു ഗൈഡഡ് ടൂർ ബുക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഹോഴ്സ് സ്കൾപ്ചറിൻ്റെ അകത്ത് കയറാൻ പറ്റും. അതിനകത്തൊരു ടൂർ നടക്കുന്നുണ്ട്. അതായത് ഇതിൻ്റെ ഡിസൈനെക്കുറിച്ചും ഹിസ്റ്ററിയെക്കുറിച്ചും എൻജിനീയറിംഗ് ടെക്നോളജിയെക്കുറിച്ചും സ്ട്രക്ചറിനെ കുറിച്ചെല്ലാം വിവരിച്ച് തരുന്ന ഒരു ടൂർ. കൂടാതെ നമുക്കിതിൻ്റെ ഈ സ്ട്രക്ചറിൽ കയറി കാണാനും പറ്റും. അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ട്. പക്ഷേ നമുക്ക് സമയമില്ലാത്തതുകൊണ്ട് നമ്മളത് ചെയ്തിട്ടില്ല. വളരെ വലിയ ഒരു സ്ട്രക്ചർ ആയതുകൊണ്ട് തന്നെയാണ് ഇതൊക്കെ പോസിബിൾ ആവുന്നത്. ഇതിൻ്റെ ഒരു വലിപ്പം മനസ്സിലാവണമെങ്കിൽ അതിൻ്റെ താഴെ കൂടെ നടക്കുന്ന മനുഷ്യരുടെ സൈസുമായിട്ട് കമ്പയർ ചെയ്താൽ മതി. അങ്ങനെ നമ്മൾ 5 ദിവസം നീണ്ടുനിന്ന നമ്മുടെ സ്കോട്ട്ലൻഡ് യാത്രയുടെ അവസാനത്തെ കാഴ്ചയും കണ്ടു കഴിഞ്ഞു. ഇപ്പോൾ ഏകദേശം 3 മണിയായിട്ടുണ്ട്. നമ്മൾക്കിനി ലഞ്ച് കഴിച്ചിട്ട് വേണം പോർട്ടിലേക്ക് ഡ്രൈവ് ചെയ്യാൻ. നമുക്കൊരു 4 മണിക്കെങ്കിലും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്താലാണ് നമ്മൾ സമയത്ത് അവിടെ എത്തുള്ളൂ. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടുന്ന് ഇറങ്ങിയിട്ട് തിരിച്ച് നമ്മൾ പോർട്ടിലേക്ക് ഡ്രൈവ് ചെയ്യുകയാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുമ്പോൾ ഈ 5 ദിവസത്തെ നമ്മുടെ ട്രിപ്പ് വളരെ വർത്തിയായിരുന്നു എന്ന് തന്നെ പറയണം. പക്ഷേ രണ്ടാമത്തെ ദിവസം മോശം കാലാവസ്ഥ കാരണം നമുക്ക് കുറേ സ്ഥലങ്ങൾ സ്കിപ്പ് ചെയ്യേണ്ടി വന്നെങ്കിലും നമ്മൾ പോയ സ്ഥലങ്ങളും കണ്ട കാഴ്ചകളും അടിപൊളിയായിരുന്നു. വേറൊരു കാര്യം മനസ്സിലായത്, സ്കോട്ട്ലൻഡ് അത്ര പെട്ടെന്നൊന്നും കണ്ടു തീർക്കാൻ പറ്റുന്നതല്ല, ഇനിയും ഒരുപാട് തവണ വരേണ്ടി വരുമെന്നും നമുക്ക് മനസ്സിലായി. അങ്ങനെ നമ്മൾ ഡ്രൈവ് ചെയ്ത് 2 മണിക്കൂറോളം ഡ്രൈവ് ചെയ്ത് നമ്മൾ പോർട്ടിലെത്തിയിട്ടുണ്ട്. പോർട്ടിലെത്തിയപ്പോഴാണ് വേറൊരു കോമഡി. ഇന്ന് ഫെറി 1.5 മണിക്കൂർ ലേറ്റ് ആണെന്നാണ് പോർട്ടിലെത്തിയപ്പോൾ അവർ പറഞ്ഞത്. അത് നേരത്തെ അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ സമയം അവിടെ സ്പെൻഡ് ചെയ്യാമായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയ ശേഷം നമ്മൾ അറിഞ്ഞത്. അപ്പോൾ നമ്മളിവിടെ കുറച്ച് നേരം പോസ്റ്റായിട്ട് നിന്നു. പിന്നീട് നമ്മൾ ഫെറി കയറി തിരിച്ച് ബെൽഫാസ്റ്റ് ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ യാത്ര അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ അടുത്ത യാത്രയുടെ വിശേഷങ്ങളുമായി വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ബായ്.